ഭീകരവാദ കേസിലെ പ്രതി കാഞ്ഞങ്ങാട് പിടിയിൽ എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ബംഗ്ലാദേശി പൗരനായ ഷാബ് ഷെയ്ഖാണ് പടന്നക്കാട് നിന്നും അറസ്റ്റിലായത്. അസം പോലീസ് കാഞ്ഞങ്ങാട് എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാക്കിയ കേസിലാണ് ഷാബ് ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത്. ഈ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നത്. അസമിലെ മേൽവിലാസമാണ് ഇയാൾ ഇതിനായി ഉപയോഗിച്ചത്. അസം പോലീസ് പ്രതിക്കെതിരെ UAPA ചുമത്തിയിരുന്നു. പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും നിലവിലുണ്ട്. പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിൽ കുറച്ചുകാലമായി ഇയാൾ താമസിക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണ ജോലിയാണ് ഇയാൾ ചെയ്തിരുന്നത്. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച ശേഷമാണ് ഇയാൾ കാഞ്ഞങ്ങാട് എത്തിയത് എന്ന് അസം പോലീസ് പറഞ്ഞു. പ്രതിയെ കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരാക്കി നടപടികൾ പൂർത്തീകരിച്ച ശേഷം വൈകുന്നേരത്തോടെ അസമിലേക്ക് കൊണ്ടുപോകും. വിദേശികൾക്ക് വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടുകൾ തരപ്പെടുത്തി കൊടുക്കുന്ന വലിയൊരു റാക്കറ്റ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ്. വിവിധ രാജ്യക്കാരായ 42 പേരെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജ പാസ്പോർട്ടിൽ വിവിധ രാജ്യക്കാരെ ഇന്ത്യയിലെത്താൻ സഹായിച്ച സംഘമാണ് ഇവർ. ഇവരിൽ 13 പേർ ബംഗ്ലാദേശ് പൗരന്മാരായിരുന്നു എന്ന് വെള്ളിയാഴ്ച ഡൽഹി പോലീസ് അറിയിച്ചിരുന്നു. പിടിയിലായവരിൽ 23 പേർ ഏജന്റുമാരായി പ്രവർത്തിച്ചിരുന്നവരാണ്. മറ്റുള്ളവർ യാത്രക്കാരും. അനധികൃതമായി വിദേശ യാത്ര ചെയ്യുന്നതിനാണ് ഇവരൊക്കെ വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കിയത് എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പശ്ചിമ ബംഗാൾ, ഡൽഹി, മഹാരാഷ്ട്ര എന്നിവിടങ്ങളെല്ലാം കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. അനധികൃതമായി ഇന്ത്യൻ അതിർത്തി കടന്ന അയൽരാജ്യങ്ങളിൽ നിന്ന് എത്തിയ ശേഷം വ്യാജരേഖകൾ ചമച്ച് ഇന്ത്യൻ പാസ്പോർട്ട് സംഘടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രവർത്തനമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചിരുന്നു. പിടിയിലായ 13 ബംഗ്ലാദേശ് പൗരന്മാർക്ക് പുറമെ 4 പേർ മ്യാൻമറിൽ നിന്നുള്ളവരും 3 പേർ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയവരും ഒരു അഫ്ഗാൻ പൗരനുമായിരുന്നു. അറസ്റ്റിലായ ഏജന്റുമാരിൽ 9 പേർ ബംഗാളിൽ നിന്നുള്ളവരാണ്. 4 പേർ ദില്ലിക്കാരും 3 പേർ മഹാരാഷ്ട്രക്കാരും. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, ഒഡീഷ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമാണ് പിടിയിലായത്. വിദേശികൾക്ക് വേണ്ടി ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റുകൾ പോലുള്ള രേഖകളാണ് ആദ്യം ഇവർ ഉണ്ടാക്കുന്നത്. പിന്നീട് ഇതുപയോഗിച്ച് മറ്റ് രേഖകൾ നേടും. ഈ രേഖകളെല്ലാം സബ്മിറ്റ് ചെയ്യും, പാസ്പോർട്ട് സ്വന്തമാക്കും. നേരത്തെ UAE-യിൽ നിന്നെത്തിയ ഒരു ബംഗ്ലാദേശ് പൗരന്റെ അടുക്കൽ നിന്നും വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടെടുത്തിരുന്നു. അതിനെ പിന്തുടർന്ന് അന്വേഷണം തുടർന്നപ്പോഴാണ് ബംഗ്ലാദേശ് പൗരന്മാർക്ക് വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടുകൾ തരപ്പെടുത്തി കൊടുക്കുന്ന സംഘം പിടിയിലായത്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട, വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. കാലാകാലങ്ങളായി നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. കേരളത്തിൽ പലപ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ നിരവധി ആൾക്കാർ പലയിടത്തു നിന്നും, അതായത് ഭാരതത്തിൽ നിന്ന് തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി താമസിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ പോലും പലരും ബംഗ്ലാദേശികളാണ് എന്ന സംശയം പലപ്പോഴും ഉയർന്നു വന്ന കാര്യങ്ങളാണ്. പലപ്പോഴും അത്തരക്കാരെ പിടികൂടിയിട്ടുമുണ്ട്. പാക് പരിശീലനം നേടിയ ബംഗ്ലാദേശികളായ 3 അൽ-ഖ്വയ്ദ ഭീകരരെ കേരളത്തിലെ ഒരു ചെറിയ നഗരത്തിൽ നിന്നാണ് NIA നേരത്തെ പിടികൂടിയത്. 2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയത്തിലുണ്ടായ 250-ലേറെ പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിലെ മുഖ്യപ്രതി മുഹമ്മദ് സഫ്രാൻ കേരളത്തിൽ തങ്ങിയിരുന്നതായി ലങ്കൻ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ മഹേഷ് സേനാനായകെ വെളിപ്പെടുത്തുകയുണ്ടായി. ലങ്കൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് NIA നടത്തിയ റെയ്ഡിൽ പാലക്കാട്ടെ കൊല്ലങ്കോട്ട് നിന്ന് റിയാസ് അബൂബക്കർ എന്ന IS സ്പീക്കറിനെ പിടികൂടിയിരുന്നു. ഇതൊക്കെ പറയാൻ കാരണം, കേരളം ശരിക്കും പറഞ്ഞാൽ തീവ്രവാദികൾക്ക് എപ്പോഴും അവരുടെ താവളം ഉറപ്പിക്കാനുള്ള ഒരു ഹബ്ബ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ വീണ്ടും കാഞ്ഞങ്ങാട് നിന്ന് ഈ ഭീകരവാദിയെ പിടിച്ചപ്പോൾ വീണ്ടും അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ആ ഒരു വസ്തുത. പാരീസിലെ തിയേറ്ററിൽ 100 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണവുമായി ബന്ധമുള്ള സുബ്ഹാനി ഖാജ മൊയ്തീനെ തൊടുപുഴയിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 2 വർഷങ്ങൾക്ക് മുൻപ് പശ്ചിമ ബംഗാളിലെ മൂർഷിദാബാദിൽ നിന്ന് പിടികൂടിയ ജമാഅത്ത് ഉൽ മുജാഹിദീൻ എന്ന സംഘടനയിലെ ഭീകരൻ മാസങ്ങളോളം കേരളത്തിൽ തങ്ങിയതായി കണ്ടെത്തിയിരുന്നു. ബീഹാറിലെ ബോധഗയ, ബംഗാളിലെ ബർദ്വാൻ എന്നിവിടങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയ അബ്ദുൾ കരീം, മുസാഫിർ സുർ റഹ്മാൻ എന്നിവരെ മലപ്പുറത്തെ കോട്ടക്കലിൽ നിന്നാണ് NIA അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കനകമല ഭീകരവാദ ക്യാമ്പ് കേസിലെ പ്രതി മുഹമ്മദ് പോളിക്കാനി ജോർജിയയിൽ നിന്ന് പിടിയിലായതും നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേരളം ഭീകരരുടെ ഒളിത്താവളം മാത്രമല്ല, ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്നത് ഒന്നുകൂടി ഗൗരവം നിറഞ്ഞ ഒരു വിഷയമാവുകയാണ്. ഏതെങ്കിലും ഒരു കേസിൽ ചിലർ പിടിക്കപ്പെട്ടാൽ നിരവധി പേർ ഒറ്റയടിക്ക് മുങ്ങുന്ന പ്രവണത ഭായിമാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലുണ്ട്. ഇവർ വളരെ പെട്ടെന്ന് അക്രമാസക്തരാകുന്ന വ്യക്തികളാണ്. അവരെ പല രീതിയിലും സംഘടിപ്പിക്കാൻ വ്യക്തികളും സംഘടനകളുമുണ്ട്. പൗരത്വ നിയമവിരുദ്ധ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടന്നപ്പോൾ അതിലെല്ലാം ഇവർ വലിയ രീതിയിൽ പങ്കാളികളായി. ഇവർക്കിടയിൽ ഭീകരർ ആരോരും അറിയാതെ കഴിഞ്ഞുകൂടുന്നതിൽ നാം ഒരിക്കലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കുക. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ നമ്മുടെ വീടിൻ്റെ അടുത്തും അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഒന്നും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. അവരുടെ മേൽ എപ്പോഴും ഒരു കണ്ണ്, നമ്മുടെ ജാഗ്രതയുടെ ഒരു കണ്ണ് എപ്പോഴും വയ്ക്കാൻ ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.